ഇത് നമ്മൾ ഈ പ്രാവശ്യം ജൂൺ 5 തൊട്ട് നമ്മൾ വനങ്ങളിൽ പിടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്ന ഔഷധ സസ്യങ്ങളും വള്ളിച്ചെടികളും കുറ്റിച്ചെടികളൊക്കെയാണ്. ജൂൺ 11-നാണ് ശരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ വർഷം നമുക്ക് വയനാട്ടിൽ കാലവർഷമൊന്നും ഇതുവരെ ഇടവപ്പാതി ഒന്നും കാലവർഷം മൺസൂണൊന്നും വന്നിട്ടില്ല. മൺസൂൺ വരാത്തത് കൊണ്ട് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുകയാണ്. എന്താണേലും ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേനും നമുക്ക് നട്ട് തീർക്കണം. 75 ഇനം മരുന്നുകളും വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും ഒക്കെ ഉണ്ട്. 75 ഇനമുണ്ട്. ഇതിൽ ഓരോന്നിൻ്റെയും പേരൊക്കെ ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്താണെങ്കിലും എല്ലാത്തരം ഔഷധ സസ്യങ്ങളും വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും ഒക്കെ ഉണ്ട്. ഇതിൽ ഒരു ഈ വർഷം വയനാടൻ കാടുകളിൽ കാണാത്ത ഒരു സ്പീഷ്യസ് ഉണ്ട്, കാട്ടുകരിയാപ്പ്. അത് വയനാടൻ കാടുകളിൽ കണ്ടുവരുന്നില്ല. ഇതാണ് ആ ചെടി, കാട്ടുകരിയാപ്പാണ്. ഇതിപ്പം ഇടുക്കി ഭാഗത്തൊക്കെ ധാരാളം മലമ്പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകും. നമ്മുടെ നാട്ടിലെ കരിയാപ്പ് പോലെ തന്നെയാണ്, കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയില്ല. ഇതിൽ നാട്ടിലുള്ള കരിയാപ്പിനേക്കാളിലും കുറച്ചുകൂടെ തീക്ഷ്ണമായിട്ടുള്ള ഔഷധ കണ്ടന്റ് ഉണ്ട്. ഇതിൻ്റെ വളരെ എരിവും കയ്പും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് മഹാരാസനാദി കഷായം എന്ന് പറയുന്ന രാസനയിൽ ചേരുന്ന രാസന ചേർത്തുള്ള കുറേ കഷായങ്ങൾ യോഗങ്ങളുണ്ട്. ഇതാണ് രാസന, ചിറ്റരത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇതിന് പകരമായിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ചില ഫേക്കായിട്ടുള്ള ചെടികളൊക്കെയാണ് ഇതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു 100 ചോട് രാസന നമ്മുടെ വനത്തിൽ പിടിപ്പിക്കാൻ വേണ്ടി പ്ലാനുണ്ട്. ഈ താഴെ കാണുന്നത് രാസനയാണ്. ഈ താഴെ കാണുന്ന മൊത്തം രാസന എന്ന് പറയുന്ന ചെടിയാണ്. അപ്പോൾ ഈ രാസന നമുക്ക് ഈ പ്രാവശ്യം പിടിപ്പിക്കണം. ഈ മഹാരാസനാദി കഷായം, രാസന എരണ്ടാദി കഷായം, രാസന സപ്തകം കഷായം, രാസന പഞ്ചകം കഷായം, ചെറിയ രാസനാദി കഷായം, വലിയ രാസനാദി കഷായം. ഈ കഷായങ്ങളിലൊക്കെ തന്നെ യഥാർത്ഥമായിട്ട് രാസന ചേരുന്നില്ല. അതുകൊണ്ടാണ് ഈ 100 ചോട് രാസനയും കൂടി എടുത്തേക്കുന്നത്. എന്താണേലും ഈ സസ്യങ്ങളൊക്കെ നടുന്നത് നമ്മൾ 11-ാം തീയതിയാണ്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പർമാരും 11 തൊട്ട് അടുത്ത മാസം 21 വരെ വയനാട്ടിൽ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ കൂടെ ഈ സംരംഭത്തിൽ പങ്കുചേരാം. നിങ്ങളുടെ ശ്രീനിവാസ വൈദ്യർ, വയനാട്.